നമ്മളോട് ഒരുപാട് പേര് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, കാലിലെ മുട്ടിലെ ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യണം. ഈ ഒരു ചോദ്യത്തിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട്, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ മുട്ടിൽ പ്രധാനമായിട്ടും 4 ലിഗമെൻറ്റുകളുണ്ട്. ഒന്ന് MCL, മുട്ടിൻ്റെ ഉൾവശത്തായിട്ട് കണ്ടുവരുന്ന ലിഗമെൻറ്റ്. 2 LCL, മുട്ടിൻ്റെ പുറം വശത്തായിട്ട് കണ്ടുവരുന്ന ലിഗമെൻറ്റ്. പിന്നെ ACL-ഉം PCL-ഉം, മുട്ടിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തു പോകുന്ന ലിഗമെൻറ്റുകൾ. മുട്ടിൻ്റെ മുകളിലെ എല്ലിനെ താഴത്തെ എല്ലായിട്ട് കണക്ട് ചെയ്യുന്ന വള്ളികളാണ് നമ്മൾ ലിഗമെൻറ്റുകൾ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ ലിഗമെൻറ്റുകളാണ് നമ്മുടെ മുട്ടിനെ തെന്നിപ്പോകാതെ അല്ലെങ്കിൽ തെറ്റിപ്പോകാതെ പിടിച്ചു നിർത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ലിഗമെൻറ്റുകൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് മുട്ടിൽ ബക്ലിങ് അല്ലെങ്കിൽ മുട്ട് തെറ്റിപ്പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യമാണ്, ലിഗമെൻറ്റുകൾ മാത്രമാണോ മുട്ടിനെ തെറ്റിപ്പോകാതെ അല്ലെങ്കിൽ തെന്നി നീങ്ങാതെ പിടിച്ചു നിർത്തുന്നത്? അല്ല. ലിഗമെൻറ്റുകൾ കൂടാതെ ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ്, പൊപ്ലീറ്റിയസ്, അങ്ങനെ 8ഓളം മസിലുകളും അല്ലെങ്കിൽ 8ഓളം പേശികളും മുട്ടിനെ തെറ്റിപ്പോകാതെ തെന്നി നീങ്ങാതെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ലിഗമെന്റ് ഇഞ്ചുറി കണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമിൻ്റെ ഇടയിൽ, കളിയുടെ ഇടയിൽ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഇഞ്ചുറി വരുന്ന സമയത്ത് ലിഗമെന്റ് തെറ്റുക അല്ലെങ്കിൽ ലിഗമെന്റ് പൊട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്തും മുട്ടിലെ ലിഗമെന്റുകൾ പൊട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ മുട്ടിലെ നീര്, നമ്മൾ ഭാരം കൊടുക്കുന്ന സമയത്ത്, നമ്മൾ തറയിലേക്ക് ചവിട്ടുന്ന സമയത്ത് ഭാരം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, മുട്ടിൻ്റെ ബക്ലിങ് തെന്നിപ്പോകുന്നൊരവസ്ഥ, അതുപോലെ തന്നെ മുട്ടിലെ ലോക്കിങ്, പിന്നെ അതിശക്തമായ മുട്ടിൻ്റെ വേദന. ഈ ഒരു വേദനയായിട്ട് നമ്മളൊരു എക്സ്റേ എടുത്തു. എക്സ്റേയിൽ എല്ലിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. പിന്നീട് നമ്മളൊരു MRI എടുത്തു. MRIയുടെ റിസൾട്ട് വന്നപ്പോൾ ലിഗമെന്റ് പൊട്ടി. പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ACL എന്ന് പറയുന്ന ലിഗമെന്റ് പൊട്ടി. നമ്മളുടെ ചോദ്യം അതായിരുന്നു, മുട്ടിലെ ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യണോ? സർജറി ചെയ്യണോ വേണ്ടേ എന്നൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്തിനാണ് നമ്മൾ സർജറി ചെയ്യുന്നതെന്നാണ്. നമ്മൾ മുട്ടിലെ ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ മുട്ടിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ വേദന. 2, നമ്മുടെ മുട്ട് തെന്നിപ്പോകുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരവസ്ഥ. 3, നമ്മൾ MRIയിൽ കണ്ട ലിഗമെന്റ് ടിയർ അല്ലെങ്കിൽ ലിഗമെന്റ് പൊട്ടിയ അവസ്ഥ. 4, സർജറി ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ കാലിൻ്റെ മുട്ട് മടക്കാനോ അതല്ലെങ്കിൽ തേയ്മാനം വരികയോ മുട്ട് തളർന്നു പോവുകയോ ചെയ്യും എന്നുള്ള നമ്മളുടെ പേടി അല്ലെങ്കിൽ വിശ്വാസം. നമുക്കിനി ഈ ഓരോ കാര്യങ്ങളിലേക്ക് വരാം. നമ്മളുടെ മുട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന കൊണ്ടാണ് നമ്മൾ സർജറി ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ സർജറി ചെയ്യേണ്ട. കാരണം ഈ വേദനയെ 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. ഇഞ്ചുറി വന്ന് ആ ദിവസം നിങ്ങൾക്ക് ഐസ് വെച്ച് കൊടുക്കാം. ഐസ് വേദന കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇഞ്ചുറി വന്ന ആ ദിവസം മാത്രം ഐസ് വെച്ച് കൊടുക്കാം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസിന് പ്രത്യേകിച്ച് കാര്യമായ എഫക്റ്റുകളൊന്നുമില്ല. പിന്നീട് ഐസ് വയ്ക്കുന്നത് ഈ ഇഞ്ചുറി മാറാതിരിക്കാനുള്ള കാരണമാവാനും സാധ്യതയുണ്ട്. ഐസ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റിൻ്റെ താഴെ മാത്രം വെച്ച് കൊടുക്കുക. തണുപ്പിക്കുക ഒരിക്കലും എന്ത് ചെയ്യരുത്, മരയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരരുത്. 24 മണിക്കൂറിന് ശേഷം ചൂട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജോയിൻറ്റിലേക്കുള്ള രക്തോട്ടം കൂട്ടാനും പേശികളെ റിലാക്സ് ചെയ്യാനും അതൊരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നീട് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കെട്ടിപ്പൂട്ടി വെക്കരുത്. നമ്മളുടെ കാലിൽ വേദന ഒക്കെ അനുഭവപ്പെടുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ബ്രേസ് വെച്ചിട്ട് കെട്ടിപ്പൂട്ടി അനക്കാതെ ആഴ്ചകളോളം വെക്കുന്നൊരവസ്ഥ. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേശികൾ ചുരുങ്ങിപ്പോവാനും അതുപോലെ തന്നെ മുട്ട് മടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. നീര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രീപ്പ് ബാൻഡേജ്, നീര് പറ്റുന്നൊരു ബാൻഡേജ് ചുറ്റാം. എന്നിട്ട് പറ്റുന്ന അത്രയും തന്നെ ആ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായതിൻ്റെ ആദ്യത്തെ ദിവസമോ 2ാമത്തെ ദിവസവും തുടങ്ങി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മടക്കി നിർത്താവുന്നതാണ്. എത്ര പറ്റുമോ അത്ര എന്ത് ചെയ്യാം, മടക്കി നിർത്തുക. സ്റ്റാറ്റിക് ഓട്സ് എന്ന് പറയുന്ന സ്റ്റാറ്റിക് ക്വാഡ്രിസെപ്സ് എന്ന് പറയുന്ന ഒരു പേശിയുടെ എക്സസൈസ് ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും.
കാരണം ഇത് പേശിയിലേക്കുള്ള രക്തോട്ടം കൂട്ടാനും വേദന കുറയ്ക്കാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. 2 ആഴ്ച ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, ചൂട് പിടിച്ച് സ്റ്റാറ്റിക് ക്വാഡ്രിസെപ്സ് എന്ന് പറയുന്ന എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വേദന മാറിയില്ലെങ്കിൽ ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറയുന്ന ചികിത്സ വഴി ഈ മുട്ടിലെ മുകളിൽ അല്ലെങ്കിൽ മുട്ടിന്റെ പേശിയുടെ മുകളിൽ കെട്ടിക്കെടുക്കുന്ന വേസ്റ്റ് അല്ലെങ്കിൽ ഈ നീർക്കെട്ടിനെ കളയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മുട്ടിന്റെ വേദനയെ പൂർണ്ണമായും മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വേദന കൊണ്ടാണ് നമ്മൾ സർജറി ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ വേദന പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇനി കാലിൻ്റെ മുട്ട് തെറ്റിപ്പോകുന്നൊരവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്യുക. ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഈ നീരൊക്കെ വറ്റി ഈ വേദനയൊക്കെ പോയതിന് ശേഷം നമ്മൾക്ക് ഈ തെറ്റിപ്പോകുന്ന അവസ്ഥ ഒന്നും തോന്നുന്നില്ലെങ്കിൽ സർജറി ചെയ്യേണ്ട. ഇനി ഈ വേദന പോയതിന് ശേഷം ഈ നീരൊക്കെ വറ്റിയതിന് ശേഷവും നമുക്ക് ഈ മുട്ട് തെറ്റിപ്പോകുന്നൊരവസ്ഥ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുട്ടിൻ്റെ മുകളിലുള്ള പേശിയുടെ ചുറ്റളവ് എടുക്കുക. ചുറ്റളവ് എടുക്കുമ്പോൾ നമുക്ക് ഇഞ്ചുറി വന്ന മുട്ടിൻ്റെയും ചുറ്റളവ് എടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചുറി വരാത്ത ഒരു കുഴപ്പമില്ലാത്ത മുട്ടിൻ്റെയും ചുറ്റളവ് എടുക്കുക. ഈ ചുറ്റളവ് എടുത്തതിന് ശേഷം ഈ പേശികളുടെ വണ്ണം കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഇഞ്ചുറി വന്ന മുട്ടിൻ്റെ പേശികൾ ചുരുങ്ങിയതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ട. കാരണം ഈ പേശികൾ ചുരുങ്ങിയത് കൊണ്ടാവണം നമ്മളുടെ മുട്ട് തെറ്റിപ്പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 മാസം കൂടി സമയമുണ്ട്. ഒരു 3 മാസം കൂടി എക്സസൈസുകൾ ചെയ്തിട്ട് ഈ ചുരുങ്ങിപ്പോയ പേശികളെ നിങ്ങൾക്ക് ബലപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മുട്ട് പിന്നീട് തെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സർജറി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി 3 നമ്മൾ MRIയിൽ കണ്ട ACL ടീർ അല്ലെങ്കിൽ ലിഗമെന്റിന്റെ പൊട്ടിയത് കണ്ടിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നതെങ്കിൽ ഒരു MRIയുടെ റിസൾട്ട് വെച്ചുകൊണ്ട് മാത്രം ഒരു സർജിക്കൽ ഓപ്ഷൻ ഈ ലോകത്ത് ആർക്കും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള പഠനങ്ങൾ പലതും പറയുന്നു അസിംറ്റമാറ്റിക് ആയിട്ടുള്ള മുട്ടിൽ 96% മുട്ടിലും ഈ മുട്ടിൻ്റെ പ്രശ്നങ്ങൾ, സിംറ്റംസ് അല്ലെങ്കിൽ മുട്ടിൻ്റെ അബ്നോർമാലിറ്റീസ് കണ്ടുവരുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ MRI റിസൾട്ട് വെച്ചുകൊണ്ട് മാത്രം നമുക്കൊരു സർജിക്കൽ ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർജറി ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത മുട്ടിൻ്റെയും കൂടി MRI എടുക്കണം. MRI എടുത്തിട്ട് ഈ ഒരു പ്രശ്നമില്ലാത്ത മുട്ടിൽ MRIയിൽ യാതൊരു പ്രശ്നങ്ങളും കാണിക്കുന്നില്ലെങ്കിൽ മാത്രം സർജിക്കൽ ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുക. ഇനി പ്രശ്നമില്ലാത്ത മുട്ടിൻ്റെയും നമുക്ക് MRI എടുത്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സർജറി ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MRIനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു സർജിക്കൽ ഓപ്ഷൻ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ 4ാമത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് സർജറി ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ മുട്ട് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോവോ, നമുക്ക് നടക്കാൻ പറ്റാതാവോ എന്നുള്ള നമ്മളുടെ പേടി അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം. വർഷങ്ങളായിട്ടുള്ള പഠനങ്ങൾ പലതും പറയുന്നത് 1 വർഷത്തിന് ശേഷം, അതായത് ലിഗമെന്റ് ഇഞ്ചുറി വന്നതിന് ഒരു വർഷത്തിന് ശേഷം നമ്മൾ സർജറി ചെയ്താലും സർജറി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ റിസൾട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ സെയിമാണ്. സർജറി ചെയ്തവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇത്രയും ഗുണങ്ങളൊക്കെ തന്നെ സർജറി ചെയ്യാതെ കൺസർവേറ്റീവ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്തു പോയ ആൾക്കാരിലും പൂർണ്ണമായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് സർജറി ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് എക്സസൈസുകൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചികിത്സകൾ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ആ ചികിത്സകൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. കാരണം സർജറി ചെയ്തിട്ടുണ്ട ആൾക്കാർക്ക് ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്ക് ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഈ എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചികിത്സയും ഒന്നിനേക്കാളും മുകളിലല്ല. സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സർജറി ചെയ്യാം. സർജറി ചെയ്യേണ്ട അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചികിത്സകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ചെയ്യാം. കാരണം എല്ലാ ചികിത്സയുടെയും റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസം. സർജറി ചെയ്യാതെ ഇത് മാറും എന്ന് വിശ്വസിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കാരണം നിങ്ങളുടെ പൂർണ്ണമായിട്ട് മാറും. അപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം. എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം.
നന്ദി.